അഡ്വക്കേറ്റ് ബലദേവ സച്ചിദാനന്ദൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുലി പോലെ വന്ന അൻവറാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം എലി പോലെ മടങ്ങിപ്പോകുന്ന സാഹചര്യം. ഈ PV അൻവർ പറഞ്ഞത് കൃത്യമായി അതിൻ്റെ ഒന്നാം ഘട്ടം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് പറയുന്ന നിസ്സാര ആളിനെ പറ്റിയല്ല എന്ന് നമ്മൾ ഓർക്കണം. പോലീസിലെ ക്രിമിനൽ വൽക്കരണം, സാധാരണ പോലീസല്ല, സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, അതേപോലെ തന്നെ മലപ്പുറത്തിൻ്റെ മുൻ SP, ഇവർക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ. അതായത് കൊലപാതകമടക്കമുള്ള, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ ഇന്ന് ഇങ്ങനെ മടങ്ങിപ്പോകുന്നത് ശരിക്കും മുഖ്യമന്ത്രി വെരുട്ടി എന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് സമ്മതിക്കേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് ബലദേവ സച്ചിദാനന്ദൻ? PV അൻവർ പറഞ്ഞ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. കാരണം സ്റ്റേറ്റ് പോലീസിന്റെ ഹെഡായിട്ടാണ് അഡീഷണൽ DGP വരുന്നത്. അത് ലാൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നയാൾ. അങ്ങനെ ഒരാളിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. ഒരു SP IPS ഓഫീസർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അത് മാത്രമല്ല, സ്വർണം കള്ളക്കടത്ത്, ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ വന്നു. അത് അങ്ങേയറ്റം ഗുരുതരമാണ്. അത് അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസ് നടത്തി പറയുകയും നമ്മൾ ഒരു 4-5 ദിവസമായിട്ട് ചാനലുകൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാനൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിവരങ്ങൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ധരിപ്പിക്കും. അന്ന് പാർട്ടി സെക്രട്ടറി അന്ന് വൈകിട്ട് പറഞ്ഞ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ എന്താ, ഇതിനെക്കുറിച്ച് ഞങ്ങൾ വേണ്ടുന്ന രീതിയിൽ അന്വേഷിക്കും, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരും, ഗവൺമെന്റ് വേണ്ട നടപടികൾ സ്വീകരിക്കും. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ ഈ ആരോപണ വിധേയനെ കൂടെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് എത്ര ഉന്നതനായാലും സംരക്ഷിക്കപ്പെടില്ല, പുഴുക്കുത്തുകളെ പുറത്തു കളയും, 82 പോലീസ് ഉദ്യോഗസ്ഥരെ ഗവൺമെന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് സർവീസിൽ നിന്ന് പോലീസുകാരെ. 200 ചില്ലാനും പേർക്ക് നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കൂട്ടിരുന്ന വേദിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ശക്തമായ നടപടി ആർക്കെതിരെയായിട്ടുണ്ടാകും. സുജിത് ദാസിനെതിരെ നടപടി ഉണ്ടായി, അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് അൻവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുകയും ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം പുലി പോലെ വന്ന് എലി പോലെ അല്ല പോയത്, പുലി പോലെ വന്ന് പുലി പോലെ തന്നെയാണ് പോയത്. കാരണം അദ്ദേഹം കോൺഗ്രസിന്റെ BJPയുടെ MLA അല്ല, ഇടതുപക്ഷത്തിന്റെ MLA ആണ്. ഇടതുപക്ഷത്തിന്റെ MLA ആകുമ്പോൾ ഇടതുപക്ഷത്തിന് അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുണ്ട്. അദ്ദേഹം പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച ആളല്ല, എങ്കിലും ഇടതുപക്ഷ പിന്തുണയോടുകൂടി മത്സരിച്ച ആളാണ്, CPM-മാരനല്ല. അപ്പൊ അങ്ങനെ വന്ന് തിരിച്ചു പോകുമ്പോൾ ആ പാർട്ടി നേതൃത്വം പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ LDF-ൽ അദ്ദേഹം ഉണ്ടായാലും LDF-ന്റെ ഭാഗമായിട്ടുണ്ടാകില്ല. അതാണ് ഇടതുപക്ഷത്തിന്റെ നിഗമനം പറയുന്നത്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും വന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിക്കാതെ ഞാൻ എന്റെ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് പോകാൻ പറ്റില്ല. ഇടതുപക്ഷത്തിന്റെ ഒരു കട്ടറപ്പാടാണ്. ഇടതുപക്ഷത്തിന് LDF-ന്റെ കൂട്ടായ്മയുണ്ട്, CPM നേതൃത്വം നൽകുന്നു. ആ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അതിനെ ആരായിരുന്നാലും അംഗീകരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, എത്ര ഉന്നതരായിരുന്നാൽ പോലും ആ സ്ഥാനത്തുനിന്ന് LDF നീക്കം ചെയ്യും, CPM നീക്കം ചെയ്യും. അതാണ് പാർട്ടിയുടെ കെട്ടുറപ്പ്, ഒരു കേഡർ സിസ്റ്റം. അതാണ് ആ കേഡർ സിസ്റ്റത്തിന്റെ പേരിൽ PV അൻവറിന്റെ അടുക്കൽ മുഖ്യമന്ത്രി ഉറപ്പ് കൊടുത്തു, ഇതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് അൻവർ പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്.